ഹലോ ഗൈസ്. ഹായ് ഗൈസ്, ഞങ്ങള് പുറത്തേക്ക് കറങ്ങാൻ പോവാണ് ഗൈസ്. അതെ ഗൈസ്, അപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങളൊരു ഗേൾസ് ഡേ ഔട്ടിന് പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് കുഞ്ഞുണ്ണി ചേച്ചി അമ്പലത്തിൽ പോയി കുളിച്ച് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുറിയൊക്കെ തൊട്ട് നിൽക്കുന്നത്. അതിന് മുന്നേ ഞങ്ങളെല്ലാവരും കൂടെ ഫേസ് പാക്കൊക്കെ ഇട്ട് മുഖത്ത് ടാനൊക്കെ കളയാൻ വിചാരിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. എൻ്റെ സൗണ്ടിന് എന്താ പറ്റി വെച്ച് ചെറിയൊരു ജലദോഷം വന്നു, അതുകൊണ്ടാണ് സൗണ്ട് മാറിയിരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഫേസ് പാക്കൊക്കെ കഴുകി കളഞ്ഞ് കുളിച്ച് ഒരുങ്ങി റെഡിയായി പോയി. കുഞ്ഞുണ്ണി ചേച്ചി ആദ്യമേ അമ്പലത്തിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഇതാ റെഡിയായി ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഫുഡ് കഴിക്കുക, കറങ്ങുക എന്നുള്ള ഒരു പ്ലാനിൽ പോയത്. പെരുന്നാളിൻ്റെ അന്നായിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കടകൾ ഓപ്പൺ ആയിരുന്നില്ല. വൈകുന്നേരം നല്ല മഴയായിരുന്നു, അതാണ് ഞങ്ങൾ ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയത്. അബിയുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് പോവാ. എന്താണ് അബി? അപ്പൊ ഗൈസ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങോട്ടാണെന്ന് അറിയില്ല. എന്നുള്ള വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗൈസ് ഒരു വ്ളോഗിൽ വരുന്നത്. ഞങ്ങൾക്ക് എന്താ പറയണ്ടേ അറിയില്ല. ഒരു ഗേൾസ് ഡേ ഔട്ട് പോലെ ആണെങ്കിലും ആദ്യമുണ്ട്. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് കൂട്ടിന് ആദ്യം ഉണ്ടായിരുന്നു, ഗേൾസ് ഡേ ഔട്ട് ആണെങ്കിൽ പോലും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടൗണ് വരെ നടന്നിട്ട് അവിടുന്ന് ഓട്ടോയ്ക്ക് ആട്ടോ ഫുഡ് കഴിക്കുന്ന സ്പോട്ടിലേക്ക് പോയത്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ ടൗണിലേക്ക് നടക്കാൻ. അങ്ങനെ നടന്നു പോയതാണെങ്കിലും പെട്ടെന്ന് എത്തിയത്. കാരണം സംസാരിച്ച് പോകുകൊണ്ടും നമ്മളിങ്ങനെ എല്ലാവരും കൂടെ വൈബാക്കി പോണേം കൊണ്ടും അങ്ങനെ ദൂരമൊന്നും നമുക്കറിയാനോ നടത്തത്തിൻ്റെ ഒരു ക്ഷീണം അറിയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ കൂടെ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മഴ കാരണം മടിയാണ്, പിന്നെ ആൾക്ക് നല്ല പല്ലുവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാതിരുന്നത്. എനിക്ക് പനിയാണ് ഗൈസ്. എന്നാലും ഞങ്ങൾ വൈബ് ഞങ്ങൾ വീടില്ല. അങ്ങനെ നമ്മൾ നടന്ന് ഇതാ ടൗണിലെത്തി. ഒരു ഓട്ടോറിക്ഷയിൽ എല്ലാവരെയും കൂടെ കൊള്ളില്ല പറഞ്ഞിട്ട് അവർ കുറച്ച് പേര് ഒരു ഓട്ടോറിക്ഷയിലും ഞങ്ങൾ 3 പേര് വേറെ ഓട്ടോറിക്ഷയിലാട്ടോ പോയത്. അവിടെ എത്തി നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറം ആയതുകൊണ്ടാണോ എന്നറിയില്ല, മറ്റേ പെരുന്നാളൊക്കെ ആയത് കാരണം റെസ്റ്റോറൻറ്റുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് തപ്പിപ്പിടിച്ച ഒരു റെസ്റ്റോറൻറ്റിലെത്തി. അവിടെയാണെങ്കിൽ ഫുഡും കുറവായിരുന്നു, ആകെ ലിമിറ്റഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ അവിടെയാണെങ്കിൽ കുറേ തിരക്കായിരുന്നു, സീറ്റുകളൊന്നും ഒഴിവുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് സീറ്റ് കിട്ടി. അപ്പോൾ അമ്മ ചേച്ചി അതിനോട് ചോദിക്കായിരുന്നു വിശക്കുണ്ടോ എന്നൊക്കെ. അങ്ങനെ കുറേ മെനു ഒക്കെ നോക്കി. ഒരു സൈഡ് മൊത്തം ക്ലോസ്ഡ് ആയിരുന്നു, ഒരു സാധനം ഇല്ല, എന്നിട്ട് ഒരു സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആദ്യം ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ പറഞ്ഞത്. ഒരു ലോഡഡ് ഫ്രൈസും പിന്നെ ഫ്രൈഡ് ചിക്കനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അതിന് തന്നെ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. കുഞ്ഞുണ്ണി ചേച്ചിക്കാണെങ്കിൽ ഇന്ന് തന്നെ പോകണം, ചേച്ചിക്ക് നാളെ ലീവില്ല. അപ്പോൾ ചേച്ചിക്ക് 8 മണിക്ക് പോകണം പറഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ട് അപ്പോഴത്തേക്കും കിട്ടുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു കുഞ്ഞുണ്ണി ചേച്ചി ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അറിയാമല്ലോ, കസിൻസ് കൂടി കഴിഞ്ഞാൽ കുറേ കഥകളും കാര്യങ്ങളും പറയാനുണ്ടാവുമല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ലോഡഡ് ഫ്രൈസ് വന്നു. അത് വന്നതിൻ്റെ വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല. അത് വന്നത് നമ്മളൊരു അറ്റാക്കിംഗ് ആയിരുന്നു, കാരണം എല്ലാവരും വിശന്നിരിക്കുമായിരുന്നു, പെട്ടെന്നായിരുന്നു വന്നത്. അങ്ങനെ അത് വന്നത് നമ്മളെല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്താൽ തന്നെ അത് പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫ്രൈഡ് ചിക്കൻ വരാനുള്ള കാത്തിരിപ്പായിരുന്നു. നമ്മൾ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം നമുക്ക് വീട്ടിൽ വന്നിട്ട് വല്യമ്മ അവിടെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ആക്ച്വലി ഒരു ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. പിന്നെയാണ് നമ്മളൊന്നും ചായ ഒന്നും കിട്ടാതായതുകൊണ്ടാണ് നമ്മളിങ്ങനെ കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറഞ്ഞത്. വല്യമ്മ അവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ കുഞ്ഞാവിക്ക് കുറച്ച് ലീവ് ഉള്ളൂ, അമ്മു ചേച്ചിക്കാണെങ്കിൽ തിരിച്ച് പോവാൻ 2 ദിവസം കൂടെ ഉള്ളൂ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്നതായിരുന്നു നിൽക്കാൻ. ഞങ്ങൾ വന്നപ്പോൾ അച്ചുട്ടി ആദ്യം വന്നിട്ട് വരലും തീരലും ഒരുമിച്ചായിരുന്നു. അച്ചുട്ടി കരയാണ്. സംഭവം എന്താ കരയല്ലേ? നെഞ്ഞു വരച്ചു അച്ചുട്ടിങ്ങനെ കേട്ടത്. നാണം കിട്ടും അച്ചുട്ടി. ഈ പ്ലേറ്റ് അച്ചുട്ടിന്റെ കയ്യിൽ നിന്ന് വീണു. പിന്നെ അടുത്ത ഫ്രൈഡ് ചിക്കനുള്ള കാത്തിരിപ്പായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മു ചേച്ചി ആദ്യക്ക് വിശക്കുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അവർ അത് കൊണ്ടുപോകും. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. കുറച്ചേ കഴിക്കണുള്ളൂ, കാരണം നമുക്ക് അവിടെ ബിരിയാണി കാത്തിരിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മളെല്ലാവരും എല്ലാം കഴിച്ച് തീർത്തു. നമ്മൾ ലെയിമും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞുണ്ണി ചേച്ചിക്ക് ചേച്ചിയുടെ ട്രെയിൻ പോകുമെന്നുള്ള ടെൻഷനായിരുന്നു. കുറേ നേരം കാത്തിരുന്നിട്ടാണല്ലോ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വന്നത്, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. ഇതൊക്കെ ആയത് കാരണം കുറേ കടകളില്ലാത്ത കാരണം ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ നമുക്ക് വേണ്ട ഫുഡൊക്കെ കഴിച്ചു. ഞാൻ സോസും മയോണൈസൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കഴിക്കണത്. അങ്ങനെ എല്ലാവരും അവരവർക്ക് വേണ്ടതൊക്കെ കഴിച്ചു. കുഞ്ഞാവേ, നമുക്കും ഓർഡർ ചെയ്ത് പോകണോ? കുഞ്ഞിലൂടെ നിങ്ങൾ നടന്ന് പതുക്കെ വന്നോ? പോണം ഗൈസ്, അതുകൊണ്ടാണ് വേഗം കഴിക്കുന്നത്. എനിക്ക് 8:45 ട്രെയിൻ ഉണ്ട്, അപ്പോൾ ട്രെയിന് പോണം, അതുകൊണ്ടാണ് വേഗം കഴിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. അതാണ് എനിക്ക്
ഇവിടെ കേസൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് അങ്ങനെ നമ്മൾ പറഞ്ഞ ലൈമൊക്കെ വന്നു. അതൊക്കെ കുടിച്ച് നമ്മളും പതുക്കെയായിട്ട് ഇറങ്ങിയത്. കുഞ്ഞുണ്ണി ചേച്ചി കഴിച്ചതും വേഗം പോയിട്ടുണ്ടായിരുന്നു. ചേച്ചി ഓട്ടോയ്ക്കാണ് പോയത്. നമ്മൾ നടന്ന് പോകാന്നുള്ള പ്ലാനിലായിരുന്നു. ചേച്ചിക്ക് പോകണമല്ലോ. ഞങ്ങളെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 8:45 എന്തോ ആയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് 9 മണിക്കോ 9:30ക്കാണ് ട്രെയിൻ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ചാൽ നടന്ന് വീട്ടിലേക്ക് പോകാനായിരുന്നു. ഒരു കുറുക്ക് വഴി ഉണ്ട്, അത് കൂടെ പോകാന്നുള്ള പ്ലാനായിരുന്നു. ചേച്ചി നേരത്തെ പോയി. ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ നടന്നിട്ടാണ് പോണത്. കുറച്ചുള്ളൂ ഇവിടുന്ന് കുറച്ചുള്ളൂ. പിന്നെ അവരെയൊക്കെ ഞങ്ങൾ ആ വഴിയുടെ അവിടെ നിർത്തിയിട്ട് ഞാനും അമ്മ ചേച്ചിയും കൂടെ പോയിട്ട് ഐസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളവിടെ മെമ്മറൈസിൽ പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് വന്നു. എന്താ സ്പാനിഷ് എന്താണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഐസൊക്കെ കഴിച്ചു പോകാൻ അടിപൊളിയാണല്ലോ. പിന്നെ അതൊരു വൈബാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഐസ് വാങ്ങി. ഐസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോക്സ് വേണോ? ഇത് വേണ്ട. അതെ, ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടവഴി എന്തൊരു എന്താണ് കുറുക്ക് വഴി എന്നൊക്കെ പറയുന്നത്. ഇടവഴി ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ പോകുന്നത് ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്ക് ആയത് കാരണം ഞങ്ങള് കുറുക്ക് വഴി പിടിച്ചു. അതെ. പിന്നെ ഞങ്ങൾ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പൈസ കോരിയൊക്കെയാണ്. അമ്മുച്ചേച്ചി ഇതെല്ലാവർക്കും ഓരോ ഐസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോ ഐസ് വെച്ച് കൊടുത്ത് ഞങ്ങൾ അത് വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു ഗൈസ്. എല്ലാവരും കഴിച്ചു നോക്കണം. സ്പാനിഷ് അങ്ങനെ എന്താണ് ഫ്ലേവർ വരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കായിരുന്നു. എനിക്ക് ജലദോഷമാണെങ്കിൽ പോലും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. സൂപ്പർ. ഇതിൽ വേണമെങ്കിൽ എല്ലാവരും സൂപ്പർ പറഞ്ഞോട്ടോ. സ്പാനിഷ് ഡിലൈറ്റ് സൂപ്പർ. അങ്ങനെ ഐസൊക്കെ കഴിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് നടന്നു. വീടെത്തിയതാ ഞാനും കുഞ്ഞാവും കൂടെ ഒരു ചെറിയ ട്രാൻസിഷനൊക്കെ എടുത്തു. പിന്നെ 1-2 മണിയായപ്പോൾ ഞങ്ങൾ ഉപ്പും മുളകും കൂട്ടി മറ്റേ പൈനാപ്പിളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡേ ഔട്ട് വീഡിയോ. മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ സജഷൻസ് ആയിട്ട് കമൻസിലൂടെ അറിയിക്കുക. സപ്പോർട്ട് ചെയ്യുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.